ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുധീഷിനും അതുപോലെ നിധിക്കും വേണ്ടിയിട്ട് സുഭാഷ് അനിയന്മാരോടൊരു തീരുമാനം പറയുക. നിധിയെയും സുധീഷിനെയും ഇവിടെ താമസിക്കാൻ വിട്ടിട്ട് നമുക്ക് മറ്റൊരിടത്തേക്ക് താമസം മാറ്റാവുന്ന. എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പം ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറാം എന്ന് പറയാം. നമുക്കും അച്ഛനും കൂടി അങ്ങോട്ട് മാറാം, ഇവർ രണ്ടുപേരും ഇവിടെ താമസിക്കട്ടെ എന്ന്. അല്ല, അതിന് ഏട്ടത്തെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പം എടാ ഞാൻ സമ്മതിപ്പിക്കാമെന്ന് സുഭാഷ് പറയാം കേട്ടോ. പിന്നെ അതെ നോക്ക്, അങ്ങനെ സംഭവിച്ചാൽ സുധീഷ് നിധിയെ നന്നായിട്ട് നോക്കിക്കൊള്ളുമെന്നും നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും, അപ്പം അകലോട്ടും അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്നൊന്നും അല്ലല്ലോ. നീ നോക്ക്, ഇതിനെ നിങ്ങൾ വേറെ ഒരു ഇതിൽ കാണണ്ട. നമ്മൾ കാരണം നിധി ആരും ഒരു തെറ്റായ വാക്കുപോലും പറയരുത്, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് സുഭാഷ് ഇങ്ങനെ പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നികേഷിന് ഭയങ്കര സങ്കടം. അവളുടെ ജീവിതത്തിൽ തെറ്റായ ഒരു ആരോപണത്തിൻ്റെ കറ പോലും നമ്മൾ കാരണം വരാൻ പാടില്ല എന്നും സുഭാഷ് പറയുക കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷ് മിണ്ടാതിരിക്കുക. എടാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ നികേഷേ, നീ ഇത്ര അപ്സെറ്റ് ആവാനുള്ള കാര്യമൊന്നും ഇതിലില്ല കേട്ടോ. എടാ നമ്മൾ ഇവരെ വിട്ട് അധികം ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, തൊട്ടടുത്ത് തന്നെ നമ്മൾ ഉണ്ടാവില്ലേ. നോക്ക്, നീ വേറെ ഒന്നും അതിനെപ്പറ്റി വിചാരിക്കണ്ട. അപ്പം എന്താ സുഭാഷ് ഏട്ടാ, ഏട്ടത്തിക്ക് നമ്മൾ കാരണം എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുമെന്ന് നികേഷ് അന്നേരം ചോദിച്ചു. നോക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എന്താ അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് എഴുന്നേറ്റ് അങ്ങിരുന്നു. അപ്പം എടാ നീ ഉറങ്ങിയില്ലേ എന്ന് സുഭാഷ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുക. ചാടി എഴുന്നേറ്റ് എല്ലാവരും ചേർന്ന് ഗംഭീര ഐഡിയ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല സൂപ്പർ ആൻഡ് ഫാൻറ്റാസ്റ്റിക് ഐഡിയ കേട്ടോ. അപ്പം ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കായിരുന്നല്ലടാ കള്ള എന്ന് ഹരീഷ് ചോദിക്കുമ്പം നിങ്ങൾ വാതിലടച്ച് രഹസ്യം പറഞ്ഞത് ഞാൻ ഒളിച്ചു കേട്ടതൊന്നും അല്ലല്ലോ, ആണോ? തൊട്ടടുത്തിരുന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണോ കുറ്റം? ഞാൻ വെറുതെ കണ്ണും പൂട്ടി ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അന്നേരം സുഭാഷേട്ടൻ എന്തോ സംസാരിക്കാൻ പോവുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് സുധീഷ്. നീ എന്തായാലും കേട്ട സ്ഥിതിക്ക് പറ, എൻ്റെ ഐഡിയ അത് നല്ലതല്ലേ? പിന്നെ നല്ല ഉഗ്രൻ ഐഡിയ തന്നെ, സൂപ്പർ ഐഡിയ. നിങ്ങൾ കേട്ടില്ലേ സുഭാഷ് ഇരിക്കുമ്പോൾ സുഭാഷേട്ടനെ കളിയാക്കുക എന്ന് ഹരീഷ് പറയുമ്പോൾ നീ കളിയാക്കി തന്നോടാ, അല്ലാണ്ട് പിന്നെ തനി പൊട്ടനെ പോലെ സംസാരിച്ച പിന്നെ എങ്ങനെ സുഭാഷേട്ട കളിയാക്കാതിരിക്കുന്നത്? അവൾ ഈ വീട്ടിൽ നിൽക്കുന്നതേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ ഒറ്റയ്ക്ക് അവൾ ഈ വീട്ടിൽ നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് സത്യമെന്ന് ഹരീഷ് പറഞ്ഞു. വേണമെങ്കിൽ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാലും അവൾക്ക് പ്രശ്നമില്ലെന്നേ അവൾ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനും അവൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ മാറി താമസിക്കുക, നല്ല ബെസ്റ്റ് ഐഡിയ കേട്ടോ. ഓഹോ, ഈ ഐഡിയക്കൊക്കെ അവൾ എങ്ങനെ സമ്മതം മൂളുന്നോ ഈ പറയുന്നത് എൻ്റെ പൊന്നു സുഭാഷേട്ടാ. എൻ്റെ സുഭാഷേട്ടാ, ഇനി നിങ്ങൾ തനിച്ചാക്കിയിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളില്ലാത്ത വീട്ടിൽ താമസിക്കില്ല എന്ന് പറഞ്ഞ് അവൾ നേരെ ഹോസ്റ്റലിലേക്ക് അങ്ങ് പോകും. പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങ് കഴിയേണ്ടി വരുമെന്ന് സുധീഷ് പറഞ്ഞു. എടാ നീ നോക്ക്, നിധിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് സുഭാഷ് പറയാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലടാന്ന് പറയുമ്പം എൻ്റെ പൊന്നു സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ ഐഡിയ ഒന്നും നടക്കാൻ പോണില്ല, വേണമെങ്കിൽ എഴുതി വെച്ചോളാൻ പറഞ്ഞു. സുധീഷ് ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ, ഏട്ടത്തെ സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് നികേഷ് പറയുമ്പോൾ എടാ അക്കാര്യം ഞാൻ ഏറ്റെന്ന്. അപ്പോൾ ഏട്ടൻ നടക്കാത്ത കാര്യങ്ങളും പറഞ്ഞ് ചുമ്മാ ഇരുന്ന് ഉറക്കം കളയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിയ സുഭാഷ് ഏട്ടാന്ന് സുധീഷ്. എടാ നികേഷേ, ഹരീഷേ, ഈ തല്ലിപ്പൊളി ചർച്ചയായിട്ടിരിക്കാനാണെങ്കിൽ പുറത്തെങ്ങാനും പോയി ചർച്ച ചെയ്യണം കേട്ടോ, എനിക്ക് കിടന്ന് ഉറങ്ങണമെന്ന് സുധീഷ് പറയുക. പിന്നെ ഒരു ഐഡിയ ആയിട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് പറഞ്ഞപ്പോൾ എടാ സുധീഷേ പറയുന്ന കേൾക്കടാ, കിടക്കല്ലേ എന്ന് പറഞ്ഞു. നികേഷ് കിടന്നു. കിടക്ക് എന്ന് പറഞ്ഞ് അവരെല്ലാവരും കിടന്നു. സുഭാഷിന് ഉറക്കം വരുന്നില്ല. സുഭാഷ് വീണ്ടും ഏറ്റിരിക്കുക ഇങ്ങനെ. ഇത് കഴിഞ്ഞതിന് ശേഷം രാവിലെ എല്ലാവരും നമ്മുടെ നിധി വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഏട്ടനത് നിധി എടുത്തോട് പറയാൻ പോവുകയാണെന്ന് നികേഷ് ചോദിച്ചു. സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതേട്ടൻ നികേഷ് ഞാൻ പറയാൻ പോവാം, അത് അവളോട് പറയാമെന്നുള്ളത് ഇന്നലെ നമ്മൾ തീരുമാനിച്ചതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. എടാ നീ ആദ്യം മുഖം നീ തന്നെ കനപ്പിച്ചിരിക്കല്ലേടാ, അവളിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും നടക്കണ കാര്യമല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അന്ന് സുധീഷ് പറഞ്ഞു. എൻ്റെ പൊന്നെ, അവൾ എൻ്റെ കൂടെ എങ്ങാനും തന്നെ നിൽക്കാമെന്ന് പറഞ്ഞ കാക്ക മലർന്ന് പറക്കുമെന്ന് നമ്മുടെ സുധീഷ്. ഇത് വീണ്ടും എന്നെ നാണം കെടുത്താനുള്ളൊരു ഏർപ്പാട് മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരുന്ന് പറയാം. അപ്പോൾ സുഭാഷിൻ്റെ ഇതൊന്നും നടക്കണ കാര്യമല്ല, അവൾ എന്തായാലും അത് സമ്മതിക്കാൻ പോണില്ല എന്ന് സുധീഷ് വീണ്ടും പറഞ്ഞു. എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെടാ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വരും കേട്ടോ. നിധി വന്നപ്പം മോളെ നിധി ഏട്ടന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ ഏട്ടാ പറഞ്ഞോളാൻ പറഞ്ഞു കേട്ടോ. മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇല്ല സാരമില്ല, സുഭാഷേട്ടൻ കാര്യം പറഞ്ഞോളാൻ നിധി പറയാം. അപ്പോൾ കാപ്പി വേണോ മോൾക്ക്? ഞാൻ നേരത്തെ കാപ്പി കുടിച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സുഭാഷൊരു മുഖവരയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാം. എന്താ സുഭാഷേട്ടാ, എന്താ പറയാനുള്ളത്? അത് പിന്നെ മോളെ ഇന്നലെ നടന്ന കാര്യങ്ങളെ രാത്രി മുഴുവൻ ആലോചിച്ച് കിടക്കുകയായിരുന്നു ഞാൻ.
അപ്പോൾ അത് ഇന്നലെ തീർന്നു പോയ കാര്യമല്ലേ സുഭാഷ് ഏട്ടാ, പിന്നെ എന്താ ചിന്തിക്കാനുള്ളതെന്ന് നിധി ചോദിച്ചു. ഇവരെല്ലാവരും ഇങ്ങനെ നിധിയെ തന്നെ ഉറ്റി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാട്ടോ അവിടെ. അപ്പം അതല്ല മോളെ, അത് പിന്നെ ഈ വീട്ടിലെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷേ അത് നാട്ടുകാർക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ. അപ്പം നിധി ഇങ്ങനെ നോക്കുക, ശരിയാണ് എന്നുള്ളൊരിതിൽ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മളെപ്പറ്റി ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായതെന്ന് ചോദിച്ചു. സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. സമ്മതിക്കില്ല എന്ന് സുധീഷിന് 1000 വട്ടം അറിയാം. അതുകൊണ്ട് ഇനിയും താമസിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് സുഭാഷ് പറയാം. അപ്പോഴും ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിധിക്കൊന്നും മനസ്സിലാകണമില്ല. സുഭാഷാണ് ഇതെല്ലാം പറയണത്. ഈ നടന്നതെല്ലാം കണക്കിലെടുത്തിട്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന? പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പം, അല്ല ഇന്നലെ ഉണ്ടായത് അവസാനിച്ചു, പക്ഷേ ഇനിയും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചാലോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം ഫേസ് ചെയ്യണം, അല്ലാണ്ട് ഇനി എന്ത് ചെയ്യാനാണെന്ന് നിധി ചോദിക്കുക കേട്ടോ. നിധി പറയുന്നതൊക്കെ കേട്ട് ഇവർ നന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കുക. അത് തന്നെയാണ് പ്രശ്നം. ഞങ്ങൾക്ക് വേണ്ടി മോളുകൂടി എന്തിനതൊക്കെ സഹിക്കണം എന്നിങ്ങനെ ചോദിക്കുന്നു. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തീരുമാനം എടുത്തതെന്നും പറയണു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നിധി ഇങ്ങനെ എല്ലാവരും മാറി മാറി നോക്കുക കേട്ടോ. ആരും ഒന്നും മിണ്ടുന്നില്ല, ആരും അത്ര സന്തോഷത്തിലുമല്ല. അപ്പം നിധിക്ക് മനസ്സിലായി എന്തോ ഒരു ഇതുണ്ടെന്ന്. അപ്പം എല്ലാവരും കൂടെ എല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുത്ത് വെച്ചിരിക്കുകയാണല്ലേ എന്ന് നിധി സുഭാഷിനോട് ചോദിക്കട്ടെ. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. സുധീഷ് നേരെ പോലും നോക്കുന്നില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതേ ഏട്ടത്തി എന്നും പറഞ്ഞിട്ട് നികേഷ് വന്നു. സുഭാഷ് ഏട്ടൻ ഞങ്ങളോട് എല്ലാവരോടും ഇന്നലെ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പം, എടാ നീ എന്താണ് നികേഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ഡിസ്കഷനൊന്നുമില്ല, സുഭാഷ് ഏട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഇരുന്ന് കേട്ടു, അത്രമാത്രമേ ഉള്ളൂ എന്ന് സുധീഷ് പറഞ്ഞു. സുഭാഷ് ഏട്ടൻ്റെ തീരുമാനത്തിൽ എനിക്കൊരു പങ്കുമില്ല കേട്ടോ, അത് ഇയാൾ മനസ്സിലാക്കണമെന്ന് നമ്മുടെ സുധീഷ് ആദ്യം തന്നെ അങ്ങ് പറയുവാണ്. അപ്പോൾ എന്ത് തീരുമാനം എടുത്തത് അത് പറയാനായിട്ട് നിധി പറയുമ്പം, അത് പിന്നെ മോളെ നിധി നടന്ന പ്രശ്നങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ എല്ലാവരും കൂടി ഇവിടെ നിന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പം, എനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞു വരുന്നത്? എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം, അതായത് മോളില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളുടെ വീടല്ലേ, ഇതുമായിട്ട് നിങ്ങളെവിടെ പോകാനാണെന്ന് നിധി അന്നേരം ചോദിച്ചു. അപ്പം സുധീഷ് ഇങ്ങനെ ചിരിച്ച് കാണിക്കാം, ചെമ്മയില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം അത് പിന്നെ അങ്ങനെ ഞങ്ങളെന്ന് വെച്ചാലേ ഞാനും ഹരീഷും നികേഷും അച്ഛനും മാറും എന്നാ പറഞ്ഞ. സുധീഷും നിധിയും ഈ വീട്ടിൽ താമസിച്ചോളാനും ഞങ്ങളത് ആലോചിച്ചതെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ഈശ്വരാ കൊള്ളാം പോയി എല്ലാം പോയെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പം ഇവർക്കൊക്കെ പേടിയായി തുടങ്ങി. നിങ്ങൾക്കെല്ലാവർക്കും എന്താ വട്ടായോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഈ പറയണേന്ന് നിധി ചോദിച്ചു. അയ്യോ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടാവും, തൊട്ടടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു നിധി. അല്ല മോളെ, എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ടല്ലേ ഇമാതിരി വൃത്തികേടുകളൊക്കെ കേൾക്കേണ്ടി വരുന്നേ. ഇനി അതുണ്ടാവരുത്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ മോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഭാഷ് നിൽക്കുക. ആളുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ സുഭാഷ് ഏട്ടാന്ന് നിധി അന്നേരം ചാടിക്കയറി പറഞ്ഞു. അവർ പറയുന്നത് അവർ പറഞ്ഞോട്ടെ, അതിന് നമുക്ക് എന്താണെന്ന് നിധി ചോദിക്കാം കേട്ടോ. അല്ല മോളെ, ഞാൻ ശരിയായ കാര്യമല്ലേ മോളെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം, എന്ത് ശരിയായ കാര്യം? ഈ വീട്ടിൽ ഇത്തിരിയെങ്കിലും കാര്യവിവരമുള്ള ഒരാൾ അത് സുഭാഷ് ഏട്ടനാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ സുഭാഷ് ഏട്ടനും മറ്റുള്ളവരെ പോലെ ആയോ? അത് പിന്നെ പറഞ്ഞിട്ട് സുഭാഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ നിധിയുടെ മുന്നിൽ. സുധീഷിന് ചിരിയും വരുന്നുണ്ട്. സുധീഷ് ഇരുന്ന് ചിരിക്കുക. അപ്പോൾ ഹരീഷ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. നാളെ വേറെ ഏതെങ്കിലും ഒരുത്തൻ വേറെ എന്തെങ്കിലും പറയും, അപ്പോൾ അതനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുമോ? അങ്ങനെയാണോ സുഭാഷ് ഏട്ടൻ ആലോചിക്കണേ? അപ്പോഴത്തേക്കും ഇവർക്ക് ആർക്കൊന്നും പറയാനില്ല. ഇവരെല്ലാവരും ഇങ്ങനെ നിണ്ടാട്ടം മുട്ടി നിൽക്കുക. ചെറുപ്പത്തിലെ മുത്തശ്ശി ഒരു കഴുതയുടെയും ഒരാളുടെയും കഥ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ നിധി അവിടെ നിന്നൊരു കഥ ഇവരോട് അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. നിധിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഇപ്പോൾ സുഭാഷ് പറഞ്ഞതിൻ്റെതായ ഒരു കഥ. അപ്പോൾ അങ്ങനെ നമ്മുടെ നിധി പറഞ്ഞ കഥയെല്ലാം കേട്ട് ഇവരിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ ഇതെന്തിനാണാവോ ഇപ്പം ഈ കഥ പറഞ്ഞത്? ഇതെന്താ പോലും ഇന്ന് എന്നെപ്പറ്റി ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ താമസിക്കേണ്ടത് ആരുടെ കൂടിയാണെന്ന് പറഞ്ഞില്ല, സുധീഷിൻ്റെ കൂടിയാണോ എന്ന് നിധി ചോദിച്ചപ്പം വന്നു, എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞ് എളിഞ്ഞ് അങ്ങനെ ഇരിക്കുക കേൾക്കാൻ പാകത്തിന്. ഇയാളിവിടെ ഒറ്റയ്ക്കിട്ടിട്ട് നമ്മളെല്ലാവരും മാറിപ്പോയാലും കുഴപ്പമില്ല, ഇങ്ങയുടെ കൂടെ ഞാൻ താമസിക്കുന്ന സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നുണ്ടോ എന്നും നിധി ചോദിക്കുക. അപ്പോൾ സുഭാഷിനെ നേരെ ഇങ്ങനെ നോക്കുക. സുധീഷ് കിട്ടില്ലേ? തൃപ്തിയായില്ലേ? എന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായാലും എല്ലാവർക്കും എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുഭാഷും നികേഷും ഹരീഷൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ, ചമ്മി വിളറിയ മുഖത്തോടെ. ഇതിലും നല്ലതേ ഞാൻ ഹോസ്റ്റലിൽ തന്നെ താമസിച്ചാൽ മതിയായിരുന്നല്ലോ, എന്തിനാ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നേ? അതുതന്നെ മോളെ, ഞാൻ സുഭാഷ് ഏട്ടൻ്റെ കരുതലൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതിന് ഇമാതിരി മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്, മനസ്സിലായോ?
സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കും എപ്പോഴും. നികേഷിനൊക്കെ ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ നിധി അങ്ങ് കയറിപ്പോയി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ച് നമ്മുടെ സുധീഷ് അങ്ങ് വന്നു. വേണ്ട എന്നൊരു 1000 തവണ ഞാൻ പറഞ്ഞല്ലേ. അപ്പം എന്നെ നാണം കിടത്തി അടങ്ങുമെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ടല്ലോ. അതെ, അവൾ പറഞ്ഞ കഥയിലെ കഴുതിയാകുന്ന ആളാകുന്നത് തന്നെയാണ് സുഭാഷേണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ സുധീഷ് അങ്ങ് പോയി. എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അങ്ങ് പോയി. സുഭാഷ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീഷ് ഡ്രസ്സ് കഴുകി വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഹരീഷ് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? നീ ഇതുവനെ ആലോചിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം എന്നും പറഞ്ഞ് ഹരീഷ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുധീഷിന് ചിരി വരുവാണ്. അത്രയ്ക്കും ആലോചിക്കാൻ മാത്രം വരത്തുണ്ടോടാ അവൾക്ക്? ദേ എന്തൊക്കെയാ പറയണേ. ഇന്നലെ അത് അവൾ കാണിച്ചത് എന്തായാലും സൂപ്പറല്ലേ. എന്തു വന്നാലും അവൾ എനിക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി നിൽക്കും എന്നുള്ളത് മനസ്സിലായില്ലേ എന്നൊക്കെ ഹരീഷ് ഇങ്ങനെ ചോദിക്കുക. ഇന്നലെ മുതലേ അവളുടെ മനസ്സ് ഇങ്ങനെ, അവളുടെ മുഖേന മനസ്സിൽ നിന്ന് പോണില്ല. അപ്പം ഇന്നലെ മുതലാണ് നീ അവളെ ശരിക്കും പ്രേമിക്കാൻ ആരംഭിച്ചതെന്ന് സാരം അല്ലേ? അപ്പം ഇത്രയും നാൾ വേറൊരു സിറ്റുവേഷൻഷിപ്പ് മാത്രമായിരുന്നല്ലേടാ? അയ്യോ അങ്ങനെയൊന്നുമില്ല, അവളെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ടേ അവളോട് ഇഷ്ടം മാത്രമല്ല ഒരു ബഹുമാനം കൂടി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. ഓ അതങ്ങനെ സ്വന്തം വീട്ടുകാരെയൊക്കെ എതിർത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്ര വലിയ മനസ്സ് വേണം അവൾക്ക്. അപ്പം അത് സൂപ്പറല്ലേ എന്ന് ചോദിച്ചു. അപ്പം അത് നീ പറഞ്ഞത് ശരിയാ, എനിക്കും അതിൽ അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. നിന്നെപ്പോലെ ഒരുത്തന് വേണ്ടി സ്വന്തം വീട്ടുകാരെ തള്ളിക്കളയാൻ ആ കുട്ടിക്ക് ശരിക്കും മട്ടാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയ്ക്കങ്ങ് പ്രേമിക്കാൻ എന്ത് കോപ്പാണ് നിൻ്റെ കയ്യിലിരിക്കുന്നത്? നടക്കട്ടെ. നിങ്ങൾക്ക് അസൂയ സുധീഷേട്ടാ. തല കുത്തി മാറിഞ്ഞിട്ടും ഏട്ടത്തിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ വിഷമവും അതിൻ്റെ ഫലമായിട്ടുള്ള അസൂയമാണ് അതെന്നൊക്കെ പറയുമ്പോൾ ശരി സാറേ, ആയിക്കോട്ടെ, നിങ്ങളൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ശരിയായിട്ട് വരും. ഞാൻ കൊള്ളരുതാത്തവനാണല്ലോ സുധീഷേട്ടാ. അങ്ങനെയൊന്നും അല്ല സുധീഷേട്ടൻ എന്ന് പറഞ്ഞു. വലിയ കാമുകനല്ലടാ നീ. നിനക്ക് അവളോട് അല്ലെങ്കിൽ അവളെ ചെന്ന് കാണാനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, ഒരു സ്വപ്നം കാണാം. അല്ലാണ്ട് പിന്നെയെന്നും പറഞ്ഞ് സുധീഷ് പോകുമ്പോൾ സുധീഷേട്ടാ അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ. അതെ എനിക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. നിനക്ക് ഇപ്പം തന്നെ കാണുന്ന നിർബന്ധമാണോ എന്ന് ചോദിച്ചു. അപ്പം എന്ന് തോന്നുന്നു എന്ന് ഹരീഷ് ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ ശരി വരാൻ പറഞ്ഞു. എങ്ങോട്ട് പോകാൻ? അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ. എൻ്റെ പൊന്നോ, അയ്യോ ഞാനൊന്നും ഇല്ല. അങ്ങനെയൊക്കെ പോയില്ല. എങ്ങനെയാ? എന്താടാ, പ്രേമിക്കുന്ന പെണ്ണിനെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ വേറെ തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നീ വന്നേ വാ എന്ന് പറഞ്ഞ് സുധീഷ് വിളിച്ചു. അല്ല ഞാൻ ഷർട്ടൊന്ന് മാറ്റിയിട്ട് വരാം. എന്തിന്? നിനക്കിതൊക്കെ തന്നെ ധാരാളം, നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ നീതുവിനെ കാണാൻ പോകുന്നു. അപ്പോൾ അവളുടെ വീടിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹരീഷിൻ്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. ഹരീഷ് വണ്ടി അവിടെ നിർത്തി. നീ എന്താടാ ഇവിടെ കൊണ്ടൊന്ന് വണ്ടി നിർത്തിയത്? വണ്ടി എടുക്കടാ എന്നും പറഞ്ഞു സുധീഷ്. അല്ല അത് പിന്നെ എടാ മോനെ ഹരീഷ, നീ അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്? അപ്പം അതേ, പക്ഷേ പിന്നെ എന്തോന്നാടാ പക്ഷേ, നീ ചെന്ന് വണ്ടി എടുക്കടാന്ന് പറഞ്ഞു. നിക്ക് സുധീഷേട്ടാ എന്നും പറഞ്ഞു ഹരീഷ്. അങ്ങനെ നമ്മുടെ ഹരീഷും സുധീഷും കൂടെ നീതുവിനെ കാണാനായിട്ട് പോകും. അപ്പോഴത്തേക്കും ഇവർ നോക്കി നിൽക്കുമ്പോൾ അതുവഴി അവർ വരുന്നു. അപ്പോൾ അവർ വന്നത് കണ്ടപ്പോഴത്തേക്കും സുധീഷ് അവിടെ നിൽക്കുക. സുധീഷിനെ വലിച്ചു പൊക്കിക്കൊണ്ട് നമ്മുടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ഒരു വീടിൻ്റെ കുറച്ച് ചെടിയുടെ പുറകിൽ കൊണ്ടുവന്ന് ഹരീഷ് നിർത്തിയിരിക്കുക. നീ എന്താടാ കാണിക്കണേ? നിനക്ക് എന്നാടാ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് അയാൾ കാണുമെന്ന് പറഞ്ഞു. ആര് കാണുന്നു? അത് വേറെ ആരുമല്ല, നീതുവിൻ്റെ അച്ഛൻ ഓട്ടോയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നതായിരുന്നു. ആ സമയത്ത് ഇതിനാണോ നീ കുറേ പ്രേമിക്കും, ഇവനെയും കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഒരു ചേച്ചി അതുവഴി വന്നപ്പോഴത്തേക്കും ആൻറ്റി എന്ന് പറഞ്ഞ് സുധീഷ് വിളിച്ചു. അതെ ആൻറ്റി എന്ന് പറഞ്ഞു ചെന്നിട്ട് ആൻറ്റി ഒരു സഹായം ചെയ്യുന്നപ്പോൾ എന്നെ കണ്ടിട്ട് നിനക്ക് ആൻറ്റിയാണെന്ന് തോന്നിയോടാ? മാറക്കണ്ണാണാടാ നിനക്കെന്ന് ചോദിച്ചാൽ ആ ചേച്ചി 2 ആട്ടും ആട്ടി സുധീഷിൻ്റെ നേരെ. അപ്പോഴത്തേക്കും ഹരീഷിന് ചിരി വന്നു. അയ്യോ അങ്ങനെ അകലേന്ന് കണ്ടപ്പോൾ ആൻറ്റിയാന്ന് തോന്നിയോ? അപ്പോൾ അടുത്തെത്തിയപ്പോഴാ ചേച്ചിയാണെന്ന് തോന്നിയത്. ചേച്ചിയോ? ഞാനോ? തനിക്ക് എന്നെക്കാളും പ്രായം ഉണ്ടല്ലോടോ എന്ന് ആ ചേച്ചി ഇങ്ങനെ സുധീഷിനോട്. അയ്യോ സുധീഷ് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഒരു വല്യമ്മ, ആ വല്യമ്മ അങ്ങോട്ടേക്ക് പോയി. സുധീഷ് ചീറ്റിപ്പോയി ഇങ്ങനെ നിൽക്കുക. വാ പോരെ, മതിയായില്ലേന്ന് ചോദിച്ചു. ചമ്മി ഇങ്ങനെ വരിക. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ കിട്ടേണ്ടത് കിട്ടിയെങ്കിലേ ഞാനങ്ങ് സഹിച്ചു. മതി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകാമെന്നോ? ഇത് ശരിയാവില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എടാ ഇവിടം വരെ വന്നിട്ട് പോകാമെന്നോ? അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാനാ? അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹരീഷ് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് രണ്ടും കൽപ്പിച്ച. അപ്പോൾ ഒരു പെൺകുട്ടി അതിൽ വരുന്നു. നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ആ പെണ്ണിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ഹലോ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ആരാ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മനസ്സിലായില്ല. രേഷ്മ. എൻ്റെ മറന്നു. അപ്പോൾ എൻ്റെ പേരെങ്ങനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ കോളേജിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ട്രിപ്പിലെ ട്രാവൽസിൽ ബുക്ക് ചെയ്ത ട്രാവൽ ഓടിച്ച ഞാനായിരുന്നെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ
ഞാൻ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്ന. അപ്പോൾ എന്താ ചുറ്റിക്കളിയാണോ എന്ന് ചോദിച്ചപ്പം അപ്പം ലേശം, പക്ഷേ എനിക്കല്ല കേട്ടോ, ദേ അവനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ്. അപ്പോഴത്തേക്ക് ആ പെൺകൊച്ച് ഇങ്ങനെ ഈ എടുത്ത് കൊളാക്കോ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് അവിടെ നിൽക്കുക കേട്ടോ. അല്ല രേഷ്മ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ അതെ അപ്പുറത്തെ സ്ട്രീറ്റിലാണെന്ന് പറഞ്ഞപ്പം അതെ ഈ നീതുവിനെ അറിയോ? അപ്പോൾ ഏത് നീതു? നമ്മുടെ ഓട്ടോ ചന്ദ്രേട്ടൻ്റെ മോളോ? ആ കറക്റ്റ് ആ നിൽക്കുന്ന എൻ്റെ അനിയനെ നീതുമായിട്ട് കട്ട പ്രേമത്തിലാണ്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ രാവിലെ ഒന്ന് നിൽക്കുന്നത്. ഒന്ന് അവളോട് പുറത്തേക്ക് വരാൻ പറയുമോ എന്ന് ചോദിച്ചു. അപ്പം പ്ലീസ് കോളേജ് ട്രിപ്പിൽ ഞാനും കുറേ സഹായിച്ചല്ലേടോ. അപ്പം ശരി ആര് വന്നു എന്ന് പറയണമെന്ന് ചോദിച്ചു. അപ്പം കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നെന്ന് പറഞ്ഞാൽ മതി, പേര് ഹരീഷ്. അല്ല അങ്ങനെയല്ല, ഹരിത എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ആ പെങ്കൊച്ച് അങ്ങനെ നീതുവിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അങ്ങനെ നീതുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ആ ചേച്ചി, അതായത് അമ്മ എവിടെ ഉണ്ട്. എന്താ രേഷ്മയും വന്നതെന്ന് ചോദിച്ചു. ഞാൻ നീതുവിനെ ഒന്ന് കാണാൻ വന്നാൽ ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടോ? ആര്? അത് ഹരിത എന്നാ എന്ന് പറഞ്ഞു കേട്ടോ. നീതു എന്താ അമ്മയെന്ന് ചോദിച്ചു. നീതു അങ്ങോട്ടേക്ക് വന്നു. ഏതാടി നിൻ്റെ ഫ്രണ്ട് ഹരിത എന്ന് ചോദിക്കുമ്പോൾ ഹരിത എന്നും പറഞ്ഞിട്ട് നീതു ഇങ്ങനെ കൂട്ടുകാരുടെ നേരെ കയ്യും കാലൊക്കെ കാണിക്കാം. അപ്പോൾ പെങ്കൊച്ചിൻ തിരിച്ച് കയ്യും കാലൊക്കെ കാണിച്ചപ്പോഴത്തേക്കും കാര്യം നീതുവിന് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഹരീഷിനെ കാണാൻ നമ്മുടെ നീതു ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കഥയാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.